ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനും തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശ്രീദേവി. അപ്പം എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചൊരു ഡാൻസിൻ്റെ, ജാനീൻ്റെ ബർത്ത്ഡേ, അങ്ങനെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് എന്താ പറയുക ഇൻട്രോ വീഡിയോ. അപ്പോൾ എന്താ എൻ്റെ പേര് ശ്രീദേവി. ഞാൻ എവിടുന്ന കണ്ണൂർ പയ്യന്നൂരിലാണ് എൻ്റെ സ്വദേശം. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നോർമൽ കോർപ്പറേറ്റ് ജോബ് ചെയ്ത് ജീവിക്കുന്നു. ഇതൊക്കെ തന്നെ ഉള്ളൂ എന്നെക്കുറിച്ച്. ഏതൊരു മലയാളി ഞാൻ പറയുന്നില്ല, ലൈക്ക് എ വെരി നോർമൽ ബീങ്, അത്രേ ഉള്ളൂ. അപ്പം ഇവളും എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങി? സത്യം പറഞ്ഞാൽ ഞാൻ ഇൻഫ്ലുവൻസർ അല്ല, ഞാനൊരു നടിയല്ല, എനിക്ക് അങ്ങനെ ഞാനൊരു ബ്യൂട്ടി കോൺഷ്യസ് അല്ല, കുറേ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നില്ല, ബ്യൂട്ടി ഫാഷൻ ഫ്രീക്ക് ഒന്നുമല്ല. അപ്പം ഞാൻ എന്തിനാ യൂട്യൂബ് ചാനൽ തുടങ്ങി? സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഐ മീൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടൈം പാസ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യുന്നുണ്ട് നീ എന്നുള്ളൊരു തോന്നൽ. റാദർ ദാൻ വർക്കിംഗ് ഡെയിലി രാവിലെ എണീച്ച് പോകുന്നു, പണിയെടുക്കുന്നു, തിരിച്ചു വരുന്നു, ഫോൺ നോക്കുന്നു, കിടക്കുന്നു, ഉരുളുന്നു എന്നുള്ളത് എനിക്ക് മതിയായി, ബോറടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണം. എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തൂടെ? രസം ഒരു എന്നെ തന്നെ ആക്റ്റീവായിരിക്കാൻ, സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാം. ഈ ഒരു കഴിഞ്ഞൊരു വർഷത്തിൽ ഐ വാസ് വെരി അൺഹെൽതി. അത് എൻ്റെ തന്നെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട്, എൻ്റെ ബോഡി ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ല, മര്യാദക്ക് ഫുഡ് കഴിക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓഫീസിൽ പോയി വർക്ക് അല്ലാതെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് ഉറക്കാം. ഇപ്പം ഞാൻ നല്ലോണം ഉറങ്ങും, അങ്ങനെ ഉറക്കം ഞാൻ കളഞ്ഞു എന്നൊന്നുമല്ല, പക്ഷെ എനിക്ക് തോന്നി ഈ എന്തിനാ വെറുതെ ഇങ്ങനെ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ തുറന്ന് കുറച്ച് നേരം സംസാരിക്കുക, അത് യൂട്യൂബിലിടാം. എന്നെപ്പോലെ ഇഷ്ടമുള്ളവർ, എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ എന്നെപ്പോലെ സംസാരിക്കാൻ ഇഷ്ടമുള്ളവരോ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാം. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ. എന്നെക്കുറിച്ച് പറഞ്ഞു, പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു. വീട്ടിൽ എനിക്ക് അമ്മയുണ്ട്, 2 ചേട്ടന്മാരുണ്ട്. മൂത്താൾ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആൾ ഇന്ത്യൻ നേവിയിലാണ്. മൂത്ത ചേട്ടൻ കല്യാണം കഴിച്ചു, ചേച്ചിയുണ്ട്, ഏട്ടത്തി ഉണ്ട്, വർക്കിംഗ് ആണ്. അവർക്കൊരു മോളുണ്ട്, ജാനി. അരുന്ധതി എന്ന ശരിക്കും പേര്, വീട്ടിൽ ജാനി എന്ന് വിളിക്കും. അപ്പോൾ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ കുഞ്ഞി ഷോർട്ട് പോലെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം what is the content that you can expect from me? I really don't know. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്ത് തോന്നുന്നു, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഞാൻ ബ്യൂട്ടി വ്ളോഗ്സാണ് ചെയ്യുക, ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്, ഞാൻ ഡാൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യിക്കണം തോന്നുന്നുണ്ടോ? ഐ ട്രൈ ടു. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ അതും ഞാൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് തന്നെ എന്നെ ഇങ്ങനെ ആക്റ്റീവാക്കി ഇരുത്താനൊരു ആഗ്രഹം ഇപ്പോൾ. കാരണം പഠിച്ചു, എന്താ പറയുക, സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിൽ പോയി. ഞാൻ പുറത്തായിരുന്നു, കോയമ്പത്തൂരായിരുന്നു കോളേജ്. അന്നേരം കോളേജിലൊരു ലാസ്റ്റ് 1.5 വർഷം ഭയങ്കര രസമായിരുന്നു. ആദ്യത്തെ 1.5 വർഷം ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ കോളേജുകാരുടെ അല്ല, എൻ്റെ തന്നെ കുറേ മണ്ടത്തരങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ. അപ്പം അത് അതായത് ഞാനൊരു കൊറോണ ബാച്ച് 2020 പാസ് ഔട്ടാണ്. അപ്പോൾ എനിക്ക് പാസിങ് ഔട്ട്, ഫൈനൽ എക്സാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ ഓൺലൈൻ സാധനങ്ങൾ, ഓൺലൈൻ കോൺവൊക്കേഷനൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷത്തെ കൊറോണ എന്ന് പറയുന്നത്, ഐ എം റിയലി സോറി, ഇത് ഒരുപാട് പേർക്ക് ഒരുപാട് ജീവിതങ്ങൾ പോയി, ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. എനിക്ക് എൻ്റെ അമ്മമ്മേനെ നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു സമയമായിരുന്നു ലൈക്ക് ഒരു എന്താ പറയുക, റീഇൻവെൻറ്റിങ്, എന്നാലും ഒരു റെജുവനൈസിങ്, ഒരു സുഖ ചികിത്സ, അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പായിരുന്നു എനിക്ക്. കാരണം ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒരു വർക്ക് ഫ്രം ഹോം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വർക്കിംഗ് ആയിരുന്നു, അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നൊരു സമയം. ആ സമയത്ത് തന്നെ എല്ലാവരും നാട്ടിലുണ്ട്, എല്ലാവരും ചുറ്റുമുണ്ട്. അപ്പം ഗോയിങ് ബാക്ക് ടു യുവർ ചൈൽഡ്ഹുഡ് സെറ്റപ്പ് ആയിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ചുറ്റും കുറേ പിള്ളേരുണ്ട്. ഞങ്ങളെല്ലാവരും ഈവനിങ് ആകുമ്പോൾ കളിക്കാൻ പോകും. അത് ചെയ്യും ഇത് ചെയ്യും, ചെയ്യാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ എന്നെ തപ്പി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് കാണാനിട്ട് ഈവനിങ്ങിൽ. പക്ഷേ ആ ഒരു സമയത്ത്, കൊറോണയുടെ ഒരു സമയത്ത്, ഞങ്ങളെല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഇറങ്ങും. ചായയിലും കുടിച്ച് നിൽക്കുന്ന ഒരു സമയം, ഒരു 4 മണിയാകുമ്പോൾ എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങിയിട്ട്
എന്താ ചെയ്യുക, ഒളിച്ചുംപൊത്ത് ഹൈഡ് ആൻഡ് സീക്ക്, ഞങ്ങളിവിടെ ഒളിച്ചുംപൊത്ത് എന്ന് പറയാം. അപ്പോൾ ഒളിച്ചുംപൊത്ത് കളിക്കും, ഓടിക്കളിക്കും, കള്ളനും പോലീസും കളിക്കും, തൊട്ടാ പിടിച്ചാൽ കളിക്കും, ഷട്ടിൽ കളിക്കും, അങ്ങനെ എല്ലാം കളിക്കും. ഇല്ല മരെല്ലാം കയറിയിട്ട് എല്ലാം മാങ്ങ ചക്ക എല്ലാം തിന്നും ചെയ്യും. കാരണം അന്നേരം ആയിക്കൊന്നും പാട്ടത്തിന് കൊടുക്കാനും ആരും അങ്ങനെ വരാനൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് തന്നെ എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ തിന്നു. അന്നേരമാണ് പച്ചമാങ്ങ ജ്യൂസ്, ഡാൽഗോണ കോഫി, പിന്നെ കുറേ കേക്ക് പരീക്ഷണങ്ങൾ, ചക്കക്കുരു ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ അപ്പുറത്തും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ചക്കക്കുരു ജ്യൂസ്. അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും ആ സമയത്ത് ഞാൻ ആക്ച്വലി എനിക്കിഷ്ടമാണ്. വലിയ ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് പരീക്ഷണം നടത്തിയിരിക്കാമെന്ന് എനിക്ക് മനസ്സിലായത് ആ സമയത്താണ്. അത് ഞാനിപ്പോൾ അടക്കം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരീക്ഷിക്കും. എന്ന് വെച്ചാൽ എനിക്ക് ചോറും കറിയും സദ്യ ഒരുക്കാനൊന്നും എനിക്കറിയില്ല, അതെനിക്കിപ്പോൾ അറിയില്ല. എന്തെങ്കിലും ഒരു ചെറിയ അതായത് ഈസി പക്ഷേ അങ്ങനെ ചോറ് കറിയിലാക്കൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയാന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പം എനിക്ക് പാസ്ത ഉണ്ടാക്കാൻ ഈസിയാണ് സത്യം പറഞ്ഞാൽ. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഈസിയാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണോ അതും ഞാൻ ഉണ്ടാക്കും, എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ചോറ്, സാമ്പാർ അല്ലെങ്കിൽ പുളിശ്ശേരി, അതായത് ഒരു വെള്ളം കറി, അതൊരു ഉപ്പേരി, അത് ഇത് നമ്മൾ വീട്ടിൽ അമ്മമാരാക്കി തരുന്ന പോലെ ചോറും കറി ആക്കാൻ എനിക്ക് അറിയില്ല. എനിക്കത് ആവുമെന്ന് എനിക്കറിയില്ല, ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. അതിനൊരുപാട് സാധനം വേണം. ഞാനെല്ലാം ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മിനിമൽ കുക്കിങ്ങാണ്. എന്നാൽ ഇല്ലേന്ന് വെച്ചാൽ അതിനെക്കൊണ്ട് ഉണ്ടാക്കലായിരിക്കും. ഇതുവരെ ട്രൈ ചെയ്യാത്ത കോമ്പിനേഷൻസ് വെച്ചിട്ട് ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കിയതാണ്, വലിയ ബുദ്ധിമുട്ടില്ല, വയറ്റിനൊന്നും വരില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ തിന്നുകയും ചെയ്യും. ആ ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അപ്പം അത് കഴിഞ്ഞു, കൊറോണ കഴിഞ്ഞു. കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പി ജിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി. അപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ റൂംമേറ്റ് ഉണ്ട്. ഞങ്ങൾ രണ്ടാൾ അന്ന്, അതായത് കുറച്ച് ഞങ്ങൾ ഒരു സെറ്റ് ആയപ്പോൾ മുതൽ നമ്മൾ തുടങ്ങിയതാണ്. ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട് എ യൂട്യൂബ് വീഡിയോ. ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റിലാണ് MBA ചെയ്തത്. അപ്പം ക്രൈസ്റ്റിലെ ഒരുപാട് പിള്ളേർ അന്നേരം യൂട്യൂബ് വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓക്കെ മാൻ, സ്കോപ്പ് ഉണ്ട്, നമുക്കും ചെയ്യാം. ഞങ്ങൾ വെറുതെ എടുത്ത് വെക്കൂലേ, ഞങ്ങൾ ബോറടിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ചെയ്യും, ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് എടുത്ത കുറേ വീഡിയോ ഉണ്ട്, ആളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെറുതെ എടുത്ത് വെക്കും. പക്ഷെ പോസ്റ്റ് ചെയ്യുമോ അതൊന്നുമില്ല. എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു, ഷൈ ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ സ്റ്റേജ് ഷൈ അല്ല, കാരണം ചെറുപ്പം മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. അപ്പോൾ അതൊക്കെ പഠിച്ച് സ്റ്റേജ് കയറി ശീലമുണ്ട് എനിക്കതൊന്നും. ഞാൻ സ്റ്റേജ് ഫിയറിങ് അല്ലെങ്കിൽ സ്റ്റേജ് ഷൈ, ക്യാമറ ഷൈ ഒന്നും അല്ല ഞാൻ. ആണോന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ, ചിലപ്പോൾ ആയിരിക്കും. കാരണം 1-on-1 എന്ന് അറിയില്ലല്ലോ, അതൊരു വലിയ ഓഡിയൻസിന് മുന്നിൽ കളിക്കുമ്പോൾ എന്നെ ആരാ നോക്കുന്നത്, എൻ്റെ വീഡിയോ ആരാ എടുക്കുന്നതെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ എന്നെ ഫോക്കസ് ചെയ്തെടുക്കുമ്പോൾ മേ ബി ഞാൻ ഷൈ ആയിരിക്കും. അപ്പം ഷൈയാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിനക്ക് അതൊന്നും പോസ്റ്റ് ചെയ്തില്ല, ഇന്നിടാ നാളിടാ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് ജോലി കയറി. നമ്മളെല്ലാവരും ഓരോ ഭാഗത്തേക്ക് 4 ഭാഗത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ജോലി കയറിയിട്ട് എന്ത് ചെയ്തു, ഒന്നും ചെയ്തില്ല. രാവിലെ എണീക്കുന്നു, റെഡി ആവുന്നു, ഓഫീസിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, എന്തെങ്കിലും കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, ഉറങ്ങില്ല, ഫോൺ നോക്കിയിരിക്കുന്നു. ഫോണിലെന്താ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എന്തെങ്കിലും സീരീസ്, സിനിമ, ഇതൊക്കെ തന്നെ. അപ്പം എനിക്ക് വല്ലാണ്ട് ബോറടിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വരാൻ തുടങ്ങി. ഇനി എന്നേ ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ 1 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് 8 മണിക്കൂർ ഞാൻ ചെയ്തത് ഉറക്കാം. അപ്പം എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എന്ന് പറയുന്നത് നീ ഒന്നും ചെയ്യുന്നില്ല, അത് വേണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല, ഒരു ആവശ്യമില്ല അങ്ങനെ ആലോചിക്കണ്ട. ചിലപ്പം എനിക്കത് ലൈക്ക് ഈസി ഗോയിങ് ആയതുകൊണ്ട് എനിക്ക് ചിലപ്പം അതൊരു നല്ല കാര്യമായിരിക്കും. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതായത് ഹെൽത്ത്, ഫാമിലി, അങ്ങനെയൊന്നല്ല കേട്ടോ. ഓഫീസ് ഭ്രാന്ത് വരുന്നത്, അത് ഭ്രാന്ത് വരുന്നത്, ഇത് ഭ്രാന്ത് വരുന്നത്. എനിക്ക് ഡാൻസ് വീണ്ടും തുടങ്ങണമെന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് ഉറങ്ങിയെണീക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ ഭയങ്കര മടിച്ചു. അപ്പോൾ കുറച്ച് ആക്റ്റീവ് ആവണം, ഞാൻ തന്നെ ആക്റ്റീവ് ആവാം എന്ന് വിചാരിച്ചു. അപ്പം എനിക്കെന്താ ഇഷ്ടം, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിവിടെ രാവിലെ എണീച്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പർപ്പസ് ഇല്ലാണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ഞാനൊരു എക്സ്ട്രോവേർട്ട് അല്ല കേട്ടോ. എനിക്ക് നേരിട്ട് ഒരാളോ അറിയാത്ത ഒരാളോ ഒന്നും എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ഞാൻ മാത്രമേ ഇതുള്ളൂ, ഇവിടെ ആരും കേൾക്കുന്നില്ല, അതിലോട്ട് ക്യാമറയിൽ പറയുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ സംസാരിക്കാം, എന്നെ പോലെ സംസാരിക്കാൻ നല്ല ആഗ്രഹം, ഇഷ്ടമുള്ളവർ ഓക്കെ ലെറ്റ് ദം ഓൾസോ കം, ലെറ്റ്സ് ടോക്ക് ടുഗെദർ. അങ്ങനെ ആ ഒരു ഇതിൽ വിചാരിച്ചു. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ. എന്താ പറയുക, തുടർന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് എല്ലാവരെയും ഒരു രസം, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഞാനിങ്ങനെ എന്തെങ്കിലും ആക്റ്റീവായിരിക്കുക, ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ഉണ്ട്, നമുക്ക് ട്രൈ ആക്കാം. രസം എന്നല്ല,
ഓക്കെ ന്യൂ പാഷൻ, എന്താ പറയുക, ഒരു പുതിയ പാഷൻ കണ്ടുപിടിക്കുമെന്ന് അറിയില്ലേ, ആ ഒരു സെറ്റപ്പിൽ ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെയൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ്, എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഭയങ്കര സോഷ്യൽ മീഡിയ എന്തോസാസ്റ്റിക് അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോ സജഷൻസ്, നിങ്ങൾ ഇത് ചെയ്യും, അത് ചെയ്യും, ഇന്നത് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ, ഞാൻ ചെയ്യുന്നതായിരിക്കും. യു ക്യാൻ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെന്ന് വെച്ചാൽ ചെയ്യാം. സോ അത്രേ ഉള്ളൂ. ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. അപ്പം തുടരെ വീഡിയോ ഞാൻ ഇടുന്നു. എന്നെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞു പഠിക്കുന്നുണ്ട്, ഇട്. ഐ ഹോപ്പ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.